പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുക. സാത്താന്റെ ഏറ്റവും വലിയ ഒരു തന്ത്രമാണ് സംശയം എന്ന് പറയുന്നത്. ഹൃദയത്തിൽ ഉണ്ടാകുന്ന സംശയം. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം, ഞാനത് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ ഡെലിവറൻസ് ഇതിനകത്ത് സംഭവിപ്പാനിടയാകും. 3-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്, യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെയും ഫലം നിങ്ങൾ തിന്നരുതെന്ന് വാസ്തവമായും ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ, ഈ ദൈവം ഉണ്ടാക്കിയ എല്ലാ മൃഗങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തനായിരുന്നു ഈ പാമ്പെന്ന് പറയുന്നത്. പാമ്പിനെയും ദൈവം സൃഷ്ടിച്ചതാണ്. സാത്താനോട് നിങ്ങൾക്ക് പറയാൻ കേട്ടോ, സാത്താനെ, നിനക്ക് ഈ ഭൂമിയിൽ ഒന്നുമില്ലടാ, നീ പോലും നിന്റേതല്ലടാ, നിന്നെയും ദൈവം ഉണ്ടാക്കിയതാ. പിടികിട്ടിയില്ലല്ലേ? പ്രൈസ് ഗോഡ്. സാത്താൻ വളരെ കൗശലമുള്ളവനായിരുന്നു, തന്ത്രശാലിയായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായും കൽപ്പിച്ചിട്ടുണ്ടോ? ഷാൽ നോട്ട് ഈറ്റ് ഓഫ് എവറി ട്രീ ഓഫ് ദി ഗാർഡൻ. യു ഷാൽ നോട്ട് ഈറ്റ് ഓഫ് എവറി ട്രീ ഓഫ് ദ ഗാർഡൻ. ദൈവം നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഒരു സംശയമാണ്. സത്യത്തിൽ പറഞ്ഞിട്ടുണ്ട് തിന്നരുതെന്ന്. 2 പ്രാവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ചിന്തയായി ഉണ്ടോന്ന്. അങ്ങനെയാ പലർക്കും. തലയിലൊരു ചെറിയ വേദന വന്നു, ചെറിയ ഒരു തലവേദന സൈഡിൽ, എനിക്ക് തലവേദനയാ, എന്തോ പോലെ തോന്നുന്നു, മൈഗ്രെയിൻ ആണെന്നാ തോന്നുന്നേ, എന്തോ ഒരു ബുദ്ധിമുട്ട്, എനിക്കറിയത്തില്ല, ഒരു ഇച്ചിരി വെള്ളം തരുമോ, പിന്നെ തലവേദന 5 പ്രാവശ്യം പറഞ്ഞു നോക്കിയേ, നിങ്ങൾ അറിയാതെ ആ കട്ടിലേക്ക് കിടക്കും, ഉറപ്പായിട്ടും കിടക്കും. പ്രൈസ് ഗോഡ്. പിന്നെ ആ തലവേദന കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. നിശ്ചയമായി ഇത് തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒരു സംശയം അകത്ത് വന്നു. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു വീട്ടിൽ നടന്ന ഒരു സംഭവം ഞാൻ പറയാം. സ്തോത്രം. ഈ സംശയത്തെ കുറിച്ച് പറയുകയാണേ, ഒരു വീട്ടിൽ അച്ചായൻ ജോലി കഴിഞ്ഞ് വൈകിട്ട് വീട്ടിൽ വരുമ്പം ആ അച്ചായന് 2 പെമ്മക്കളാണ്. ഒരു മകൾ +2 പഠിക്കുന്നു, ഒരു മകൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പൊ ഈ +2 പഠിക്കുന്ന മകൾക്ക് സ്കൂളിൽ യുവജനോത്സവം നടക്കുകയാണ്, അവരുടെ സ്കൂൾ ഫെസ്റ്റിവൽ നടക്കുകയാണ്. അദ്ദേഹം ഒന്ന് ജോലിക്ക് പോയപ്പോ ഈ മൂത്ത മകൾ +2 പഠിക്കുന്ന മോള്, അവൾ ഫാൻസി ഡ്രസ്സിന് ജോയിൻ ചെയ്തായിരുന്നു. ഫാൻസി ഡ്രസ്സിൽ അവൾ ഒരു പുരുഷനായിട്ടാണ് അഭിനയിച്ചത്. അവൾ അഭിനയിച്ചത് ഫാൻസി ഡ്രസ്സിൽ. ആ ഫാൻസി ഡ്രസ്സൊക്കെ കഴിഞ്ഞ്, പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് സന്ധ്യയ്ക്ക് വീട്ടിൽ വന്ന പാടെ നോക്കിയപ്പോൾ അമ്മ സിറ്റ് ഔട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു, ഈ ഇദ്ദേഹത്തിന്റെ ഭാര്യ. അപ്പൊ ഈ മോള് വന്ന്, അവള് താടിയൊക്കെ വെച്ചിട്ടുണ്ട്, മീശയും താടിയൊക്കെ, പുരുഷനായിട്ട് അഭിനയിച്ച് സിറ്റ് ഔട്ടിൽ വന്നിരുന്നിട്ട് അമ്മയുടെ തോളിൽ കൈയിട്ട് വരുന്നതുകൊണ്ട് അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉടനെ സന്ധ്യയായപ്പം പുള്ളി സ്കൂട്ടറിൽ വന്ന ഉടനെ ഒരു അരണ്ട വെളിച്ചത്തിൽ തൻ്റെ ഭാര്യയുടെ കൂടെ തോളത്ത് കൈയിട്ട് ഏതോ ഒരു പുരുഷൻ ഇരിക്കുന്നത് പോലെ തോന്നി. പെട്ടെന്ന് അച്ഛൻ വരികയല്ലേ, അപ്പനാ കയറി വരുന്നേ. അപ്പനോടുള്ള ബഹുമാനത്തിൽ ഈ +2 പഠിക്കുന്ന മോള് ഓടി പെരയ്ക്കകത്തോട്ട് ചാടി ഓടിക്കേറി. കാരണം അപ്പന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാനുള്ള ഒരു ധൈര്യം അവൾക്ക് കിട്ടുന്നില്ല. അവൾ അകത്തോട്ട് ഓടുന്നതും പുള്ളി ഇത് കണ്ടതും, പുള്ളി ഒരു പരുവത്തിന് ആ സ്കൂട്ടർ കൊണ്ട് സ്റ്റാൻഡേ വെച്ചത്. പ്രൈസ് ഗോഡ്. സ്കൂട്ടർ കൊണ്ട് സ്റ്റാൻഡേ വെച്ചിട്ട് മിണ്ടുന്നില്ല. ബാഗ് എടുത്ത് സാധാരണ നിലയിൽ ഭാര്യയുടെ കയ്യിലാണ് കൊടുക്കുന്നത്. അന്ന് അവിടുത്തെ ഒരു കസേരയിലോട്ട് വലിച്ചെറിഞ്ഞു. എന്നിട്ട് അകത്തോട്ട് പോയി ഷർട്ടൊക്കെ പറിച്ചെറിഞ്ഞു, ഒരു ലുങ്കിയൊക്കെ കൊടുത്ത് ഒരു ബനിയനൊക്കെ ഇട്ട് പുറത്തു വന്നു. കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ കസേരയൊക്കെ വലിച്ച് ഇട്ട് കയറിയിരുന്നു. എന്നിട്ട് ആ മകൾ ചപ്പാത്തി കൊണ്ടുവച്ചു. എന്നിട്ട് അതിലൊരു ചപ്പാത്തി എടുത്ത് പ്ലേറ്റിലിട്ടു, ചിക്കൻ കറി ഒഴിച്ചു കൊടുത്തു. ചപ്പാത്തി കീറി, ചപ്പാത്തിയൊക്കെ എന്നാ കീറലായിരുന്നറിയോ, ചപ്പാത്തി കീറി ചിക്കൻ കറിയിൽ മുക്കി വായിലോട്ട് വെച്ചിട്ട് പറഞ്ഞു, ഇതിനെന്തോ ഉപ്പാ, ഇതുപോലെ ഉപ്പുള്ള സാധനം ഉണ്ടാക്കരുത്, ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞ് ചപ്പാത്തി നീക്കി അങ്ങ് വെച്ചു. ഉടനെ ആ തൻ്റെ ഭാര്യ വളരെ ശാന്തമായിട്ട് ചോദിച്ചു, അച്ഛാ എന്തു പറ്റി? വന്നപ്പം മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണല്ലോ, ഭയങ്കര സീനാണല്ലോ, എന്താ ഇത്, എന്നാ പ്രശ്നം? ഓഫീസിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കൊരു കുഴപ്പമില്ല, എനിക്കൊരു പ്രശ്നമില്ല. അല്ല, അച്ഛൻ പറഞ്ഞേ, വന്നപ്പം മുതൽ ബാഗ് വലിച്ചെറിയുന്നു, ഓടി റൂമിനകത്തോട്ട് പോകുന്നു, ഉടുപ്പ് വലിച്ചെറിയുന്നു, എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തുണ്ടെങ്കിലും എന്നോട് പറ, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് കൈകാര്യം ചെയ്യാം. എനിക്കൊന്നും പറയാനില്ല. അല്ല, എന്തോ ഉണ്ട്, പറഞ്ഞേ. സ്നേഹത്തോടെ വെച്ച് പറഞ്ഞു, ആരാ സന്ധ്യക്ക് ഞാൻ വന്നപ്പം നിന്റെ കൂടെ ഇരുന്നിട്ട് എന്നെ കണ്ടപ്പോൾ ഇറങ്ങി ഓടിയത്?
പ്രൈസ് ഗോഡ്. അപ്പോൾ ഉടനെ പുള്ളിക്കാരി പൊട്ടിച്ചിരിച്ചെന്നാ പറയുന്നത്. പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, അത്രേ ഉള്ളോ? ആ മോളെ വിളിച്ചിട്ട് പറഞ്ഞു, എടീ നീഞ്ഞു വന്നേ, തടി മീശയൊന്നും മാറ്റല്ലേ, നീഞ്ഞു വന്നേന്ന് പറഞ്ഞു. ആ കൊച്ച് ഒളിച്ചിരുന്ന അപ്പനെ പേടിച്ച് ഫ്രണ്ടിൽ അപ്പൻ്റെ ഇടയ്ക്ക് വന്നപ്പോൾ ആ മീശക്കാരൻ, ആ താടിക്കാരൻ, ആ ജീൻസ് ഇട്ട ചെറുപ്പക്കാരൻ അപ്പനോട് വന്നിട്ട് പറഞ്ഞു, ഡാഡി എന്നാ കൊണ്ട് വിശേഷമെന്ന് ചോദിച്ചു. ഞാനിന്ന് രാവിലെ സ്കൂളിൽ ഫാൻസി ഡ്രസ്സ് കഴിഞ്ഞിട്ട് വന്നാന്ന് പറഞ്ഞു. ഈ മനുഷ്യനെ ഒന്ന് കാണേണ്ടതായിരുന്നെന്നാ പറയുന്നത് ആ സമയത്ത്. എന്നിട്ട് വേറൊരു സംഭവം നടന്നെന്ന്. ഈ മകള് അകത്തോട്ട് പോയപ്പം ഭാര്യയോട് പറഞ്ഞു, സോറി ചപ്പാത്തി ഇനി ഇരിപ്പുണ്ടോന്ന്. സോറി ചപ്പാത്തി ഇനി ഇരിപ്പുണ്ടോ. നല്ല ചപ്പാത്തി ആയിരുന്നു, ചപ്പാത്തി നല്ലതായിരുന്നു, ചിക്കൻ കറി നല്ലതായിരുന്നു. പക്ഷെ സംശയം അകത്ത് കയറിയപ്പം ചപ്പാത്തിക്ക് ഉപ്പായി, ചിക്കൻ കറിക്ക് കയ്പായി, ഭാര്യ കൊളരാത്തവളായി. ഇതാണ് പിശാചിന്റെ തന്ത്രം. ഹല്ലേലൂയ. സംശയം നമ്മുടെ അകത്ത് കയറിയാൽ, മിസ്അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ അകത്ത് കയറിയാൽ, തെറ്റിദ്ധാരണ നമ്മുടെ അകത്ത് കയറിയാൽ നമ്മളല്ലാതായിത്തീരുന്നു. ഇത് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ്. ഒരുപാട് കുടുംബങ്ങളെ, ഒരുപാട് ജീവിതങ്ങളെ ഈ നിലയിൽ സാത്താൻ തകർത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ, ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ, ആവശ്യമില്ലാത്ത ചിന്തകളിൽ കുടുക്കിയിട്ട് സംശയ രോഗങ്ങൾ കൊണ്ട് നിറച്ചിട്ട് ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും ശത്രു തുടച്ചെറിയുമ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കരുത്. നിശ്ചയമായും വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ഇവിടെ ഒരു വെളിപ്പാടുണ്ട്. ഈ പാമ്പിനോട് ഹൗവ സംസാരിക്കാൻ നിൽക്കത്തില്ലായിരുന്നു, പാമ്പിനെ പരിചയമില്ലായിരുന്നെങ്കിൽ. പരിചയമില്ലാത്ത ഒരാള് നമ്മളോട് പെട്ടെന്ന് സംസാരിക്കാൻ വരുമ്പോൾ നമുക്കതിനകത്തൊരു സ്ട്രേഞ്ച് ഫീലിംഗ് അതിനകത്തുണ്ടാകും, ഒരു തടസ്സം പോലെ നമുക്കതിനകത്തുണ്ടാകും. എന്നാൽ ഹൗവയുടെ അകത്ത് ഈ പാമ്പിനെ കുറിച്ച് ഒരറിവുണ്ടായിരുന്നു, നേരത്തെ പരിചയം ഉണ്ടായിരുന്നു. കാരണം ദൈവം സൃഷ്ടിച്ച മൃഗങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ജന്തുവാണ് ആര്? പാമ്പ്. അപ്പൊ പാമ്പ് ഇവിടുന്ന് വന്ന പാമ്പ് രാവിലെ പാതാളത്തിൽ നിന്ന് വന്നതൊന്നുമല്ല. നമ്മൾ വിചാരിക്കുന്ന ഈ പാമ്പ് പാതാളത്തിൽ നിന്ന് വന്ന് ഏതനിലോട്ട് കയറിയ ആളാന്നാ. അല്ല, ഏതനകത്ത് തന്നെ ഉണ്ടായിരുന്ന കക്ഷിയാണ് ഈ പാമ്പും. എന്നാൽ സാത്താൻ പാമ്പാണോ? അല്ല, പിശാച് ആ ജന്തുവിനെ കയ്യിലെടുത്തതാണ്. അതെങ്ങനെയാ വാസ്തവം? അതങ്ങനെയാ. പിശാച് ഒരിക്കലും ജീവനില്ലാത്ത ഒന്നിൽ എൻട്രി ചെയ്യത്തില്ല, ഒരിക്കലും എൻട്രി ചെയ്യത്തില്ല. പക്ഷെ നമ്മുടെയൊക്കെ ഫോക്കസ് തെറ്റിക്കുന്നുണ്ട് പല. ഞാൻ അതിലോട്ട് പോകുന്നില്ല കേട്ടോ. നമ്മളൊക്കെ അങ്ങനെ ജീവനില്ലാത്ത ചില സംഭവങ്ങളെ നോക്കിയാ വീട്ടു പോ എന്നൊക്കെ പറയുന്നേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷെ അതിനകത്ത് ആരില്ല? പിശാചില്ല, പറ്റിച്ചേന്നാ പറയുന്നത് പുള്ളി. സാത്താൻ എപ്പോഴും ജീവനുള്ള ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവനാ. അതുകൊണ്ടാണല്ലോ യേശുവിനോട് അശുദ്ധാത്മാവ് ബാധിച്ചവൻ സാത്താൻ ലഗിയോൻ ചോദിച്ചത്, ആ പന്നിക്കൂട്ടത്തിലേക്ക് കയറാൻ എനിക്ക് പെർമിഷൻ തരണേ, അനുവാദം തരണേ എന്ന് പറഞ്ഞത്. അപ്പം മൃഗങ്ങളിൽ, ജന്തുക്കളിൽ അവന് വസിക്കാൻ കഴിയത്തില്ലേ? കഴിയും. പന്നിക്കൂട്ടത്തിൽ കയറാൻ യേശു അനുവാദം കൊടുത്തു. ആ പന്നികൾ ഓടിപ്പോയി വെള്ളത്തിൽ ചാടിച്ചത്തു. ഇതുപോലെ തന്നെ സാത്താൻ, പിശാച് പാമ്പിനെ കയ്യിലെടുത്തു. എന്നിട്ട് അതിനെയും കൊണ്ട് ഹവ്വയുടെ അടുക്കൽ വന്നു. യഥാർത്ഥത്തിൽ പാമ്പ് സംസാരിച്ചുവോ? ഒരു ക്വസ്റ്റ്യനാണ്. പാമ്പ് സംസാരിച്ചുവോ? പാമ്പ് ഹവ്വയോട് സംസാരിക്കുന്ന ഒരു പശ്ചാത്തലമായിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിലും ഞാൻ ചിന്തിക്കുന്ന ഒരു അതിശക്തമേറിയ കാര്യമുണ്ട്. അത് സ്ത്രീയോട് തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന ഒരു ശബ്ദം, ഒരു ചിന്ത മനസ്സിൽ വരുമ്പോൾ പിന്നെ കളി മുഴുവൻ നടക്കുന്ന ചിന്തയിലാണ്. പാമ്പൊരിക്കലും ഹവ്വയെ തള്ളി വിടുന്നില്ല, പോയി കഴിക്ക്, പോയി, നെവർ. പിന്നെ കംപ്ലീറ്റ് അവളുടെ മൈൻഡിനകത്താ, അവൾ അത് തന്നെ ചിന്തിക്കുകയാണ്. എന്നിട്ട് അടുത്ത ഡയലോഗ് നിങ്ങൾക്ക് കേൾക്കണം. എപ്പോഴും ഓർക്കണം, അപരിചിതനായ ഒരു വ്യക്തിയല്ല, പരിചയമില്ലാത്ത
ഹൗവയ്ക്ക് പരിചയമില്ലാത്ത ഒന്നിനെ കൊണ്ടല്ല ഹൗവയുടെ അടുക്കൽ സാത്താൻ വന്നത്. വളരെ പരിചയമുള്ള തൊട്ടടുക്കൽ നിൽക്കുന്ന ഒരാളിനെ കൊണ്ട്, അല്ലെങ്കിൽ കൂട്ടത്തിലുള്ള ഒരാളിനെ കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കൂടെ പാർക്കുന്ന ചിലർ, നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ചിലർ, രാവിലെ ആവുമ്പം കലി ഇളകി ഉപവാസമാണ്, ഞാൻ ഇന്ന് മുതൽ ഫാസ്റ്റിംഗ് ഇരിക്കാൻ തീരുമാനിക്കുന്നു, 7 ദിവസം ഫാസ്റ്റിംഗ് ഇരിക്കാൻ തീരുമാനിക്കുന്നു പറയുമ്പം ഒരിക്കലും അയലോക്കെ തച്ചാനല്ല, റോഡിൽ കൂടെ പോയ ആളല്ല, നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും നിങ്ങളോട് പറയും ഉപവസിക്കണ്ട, പ്രാർത്ഥിക്കണ്ട, സ്തോത്രം, ഇതൊന്നും ഒരാവശ്യമില്ല, ഞാൻ സ്നാനപ്പെടാൻ പോവുക, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാൻ പോവാന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു ഔട്ട്സൈഡർ ആയിരിക്കത്തില്ല നിങ്ങളോട് എതിർക്കുന്നത്. അകത്ത് തന്നെ ഉള്ളവർ, നിങ്ങൾക്ക് പരിചയമുള്ളവർ, നിങ്ങൾ കണ്ടിട്ടുള്ളവർ തന്നെയായിരിക്കും നിങ്ങളെ എതിർക്കുന്നത്. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്ന മനസ്സിലാക്കാൻ കഴിയുന്നു? അപ്പോൾ എങ്ങനെയാ അവൻ്റെ ട്രിക്കുകൾ, എങ്ങനെയാ അവൻ കളിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഉപവാസം ഇരിക്കാൻ തുടങ്ങുമ്പം ഉപവാസം ഇരിക്കണ്ടെന്ന് തോന്നിപ്പിക്കും. പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കും. കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന സമയത്ത് അടുക്കള ഏതെങ്കിലും ഒരു പാത്രം വീഴും, അവിടുന്ന് എഴുന്നേറ്റ് അതിൻ്റെ പുറകെ പോകും.